ചെറുപ്പം മുതലേ ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ആ ഐസ്ക്രീം ഒരു ഫാക്ടറിയിൽ എങ്ങനെയാണോ ഉണ്ടായി വരുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. കഴിഞ്ഞ 50 വർഷമായും സൗത്ത് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലും ബെസ്റ്റ് ക്വാളിറ്റി ഐസ്ക്രീം സെർവ് ചെയ്യുന്ന ഒരു ബ്രാൻഡ്. യെസ്, ദ ലാസ ഐസ്ക്രീംസ്. ഇന്ന് ഞാനുള്ളത് കളമശ്ശേരിയിലുള്ള ലാസയുടെ ഐസ്ക്രീം ഫാക്ടറിയിലാണ്. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്? പ്രധാനമായും റോ മെറ്റീരിയൽസ് റിസീവിംഗ് ആണ്. റോ മെറ്റീരിയൽ റിസീവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നത് മിൽക്കാണ്. മിൽക്ക് റിസീവ് ചെയ്ത ശേഷം അത് ലാബ് ടെസ്റ്റ് വിധേയമാക്കി അത് പാസ്സാണെങ്കിൽ ദെൻ അത് ബേസിക് മിക്സ് പ്രൊഡക്ഷന് വേണ്ടി പാസ്ചറൈസേഷൻ സെക്ഷനിലേക്ക് പോകും. പാസ്ചറൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക് മിക്സിനകത്തുള്ള മൈക്രോബിയൽ ബാക്ടീരിയാസിനെല്ലാം കില്ല് ചെയ്ത് നീറ്റായിട്ടുള്ള ഒരു മിക്സിലേക്ക് ഈ പ്രൊസീജിയറിലേക്ക് അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തൊക്കെ ക്വാളിറ്റി ചെക്കിംഗ് പ്രൊസീജിയേഴ്സ് ആണ് നടക്കുന്നത്? നമുക്കിവിടെ ഇൻഹൗസ് ആയിട്ട് കെമിക്കൽ ആൻഡ് മൈക്രോബയോളജി ലാബ്സ് ഉണ്ട് ഓൺ ആയിട്ട്. സോ വരുന്ന എല്ലാ പാക്കിംഗ് മെറ്റീരിയലും റോ മെറ്റീരിയലും തന്നെ ഇൻകമിംഗ് ഇൻസ്പെക്ഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതാണ്. ബാച്ച് വൈസ് ആയിട്ട് നമ്മൾ ഓരോ മിക്സുകളും ടെസ്റ്റ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷനിലോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐസ്ക്രീം പ്രൊഡക്ഷൻ എടുത്തതിന് ശേഷവും മൈക്രോബയോളജി ആൻഡ് കെമിക്കൽ ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ നമ്മളിത് വിപണിയിലോട്ട് വിടാറുള്ളൂ. പാസ്ചറൈസേഷന് ശേഷം ഏജിംഗ് സെക്ഷനിലേക്കാണ് മിക്സ് പാസ് ചെയ്യുന്നത്. ഏജിംഗ് സെക്ഷനിൽ 8 മണിക്കൂർ ഏജ് ചെയ്ത ശേഷമാണ് അത് ഐസ്ക്രീം പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏജിങ്ങിന് ശേഷം ഐസ്ക്രീം പ്രൊഡക്ഷന് വേണ്ടി ആ ബേസിക് മിക്സിനെ ഐസ്ക്രീം പ്രൊഡക്ഷൻ സെക്ഷനിലേക്ക് വരുന്നു. ഇവിടെ വെച്ചിട്ടാണ് ഫ്രൂട്ട്സ്, നട്ട്സ് ഇവയെല്ലാം ആഡ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് ബാലൻസ് പ്രൊഡക്ഷൻ മെത്തേഡുകളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രൊഡക്ഷന് ശേഷം ഐസ്ക്രീംസ് പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നു. പാക്കിംഗ് സെക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അത് കോൾഡ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോൾഡ് റൂമിൽ -24 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഇത് സ്റ്റോർ ചെയ്യും. അതിനുശേഷമാണ് ഇത് സെയിലിലേക്ക് പോകുന്നത്. 1.5 ലക്ഷം ലിറ്റേഴ്സ് ഓഫ് ഐസ്ക്രീം ആണ് ഡെയിലി ലാസ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാതെ 30+ ഫ്ലേവേഴ്സും 750+ പ്രോഡക്ട്സും ഇവിടെയുണ്ട്. ഇവിടെയാണ് ഐസ്ക്രീം പാക്കേജിംഗ് കഴിഞ്ഞിട്ട് ഓരോ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റിലേക്ക് ഡിസ്പാച്ച് ആകുന്നത്. ഏതൊക്കെ മേജർ സെക്ടേഴ്സിലാണ് ലാസ ഐസ്ക്രീമിന്റെ സെയിൽസ് നടക്കുന്നത്? നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബേക്കറി സെഗ്മെൻറ്റ്സ്, അതുപോലെ സൂപ്പർ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഹൊറൈക്ക സെഗ്മെൻറ്റ്സിലാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല നമ്മൾ എക്സ്പോർട്ട് ബിസിനസ്സിലും കൂടി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ലാസയുടെ ന്യൂലി ലോഞ്ച് പ്രോഡക്ട്സ്? നമ്മൾ ആക്ച്വലി റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിറക്കുന്നത് 5 വെറൈറ്റീസ് ഓഫ് കുൽഫീസ് ആണ്. ടർക്കിഷ് ഡിലൈറ്റ് കുൽഫി, ബദാം കുൽഫി, മാംഗോ കുൽഫി, റോക്കറ്റ് കുൽഫി, റബ്ദി കുൽഫി, അങ്ങനെ 5 വെറൈറ്റീസ് കുൽഫീസ് ആണ് നമ്മൾ റീസെൻ്റ്ലി മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിറക്കുന്നത്. അത് മാത്രമല്ല ലാസയ്ക്ക് ഷുഗർ ഫ്രീ ഐസ്ക്രീംസിൻ്റെ വെറൈറ്റി സെഗ്മെൻറ്റ് തന്നെയുണ്ട്. ഏതൊക്കെ ഫ്ലേവേഴ്സിലാണ് ഷുഗർ ഫ്രീ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്? ആക്ച്വലി നമുക്ക് 3 ഫ്ലേവേഴ്സിലാണ് വരുന്നത്: വാനില, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്. ഇതിൻ്റെ എല്ലാം തന്നെ ഹാഫ് ലിറ്റർ അതുപോലെ തന്നെ 125 ml ടബിളുകൾ അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് 50 വർഷത്തിലധികമായി ലാസ ഐസ്ക്രീം ആളുകൾ ചൂസ് ചെയ്യാനുള്ള കാരണം? അത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ ക്വാളിറ്റിയിൽ യാതൊരു രീതിയിലുള്ള കോംപ്രമൈസിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാരണം. മറ്റൊന്ന്, ഇതൊരു ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഓരോ പ്രൊഡക്ഷനും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല റിയൽ ഫ്രൂട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രധാനമായും ഉള്ള കാരണം. ഐസ്ക്രീംസ് റോ മെറ്റീരിയൽസിൽ ഷുഗറാണ് ഏറ്റവും ചീപ്പായിട്ട് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു പലരും ഇത് ഐസ്ക്രീംസിൽ വളരെ അമിതമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ലാസ ഐസ്ക്രീംസിൽ ഷുഗർ വളരെ മിതമായ അളവിൽ മാത്രമേ യൂസ് ചെയ്യൂ. ലാസയിൽ ഫ്രോസൺ ഡെസേർട്ടുകളില്ല, ഫുൾ ഐസ്ക്രീംസ് മാത്രമേ ഉള്ളൂ. അതിലുപരിയായി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ്, സെയിൽസ് ടീം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ശൃംഖല തന്നെ നമുക്കുണ്ട്. ഇതെല്ലാം ലാസയുടെ വിജയത്തിന് വളരെയധികം സഹായകമായി. ഇതിലെല്ലാം ഉപരിയായി വർഷങ്ങളായി ലാസ ഐസ്ക്രീംസ് ഉപയോഗിക്കുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കളമശ്ശേരിയിലുള്ള ലാസയുടെ കമ്പനി ഔട്ട്ലെറ്റിലാണ്. ലാസയുടെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന എല്ലാ ഐസ്ക്രീംസും എന്റെ ഫേവറേറ്റ്സ് ആണ്. അതിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്പാനിഷ് ഡിലൈറ്റ്. ലാസയുടെ ഗാജർ ഹൽവ ഫ്ലേവർ, ഇതിനകത്ത് റിയൽ ആയിട്ടുള്ള ക്യാരറ്റ് പീസസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലിറ്ററലി ഗാജർ ഹൽവയുടെ ടേസ്റ്റ് ആണ് ഈ ഐസ്ക്രീമിനകത്ത് ഉള്ളത്. ഇവരുടെ ഐസ്ക്രീംസിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഫ്ലേവേഴ്സോ ഒന്നും തന്നെയില്ല. ലാസയുടെ ഐസ്ക്രീംസ് ഇപ്പോൾ എല്ലാ സ്റ്റോഴ്സിലും സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കൂ.